ഒരു ഹർഫ് ഖുർആൻ ഓതാതെ അള്ളാഹ്ക്കനുസരിച്ച് മാത്രം ജീവിക്കുന്ന വ്യക്തി എനിക്കറിയാം. രാവും പകൽ ഖുർആൻ ഓതും, ഇബ്ലീസിന്റെ പണിയെടുക്കുള്ളൂ ആ ആളെ എനിക്കറിയാം. ലുഹാന്റെ നേരം വന്നിട്ട് നേരത്തെ വന്നവരെ 100 വരെ പള്ളിയിൽ നിന്ന് ഖുർആൻ ഓതും. അതിൻ്റെ ഇടയിൽ മുല്ലാക്ക് എടുക്കുന്ന പണി, എടുക്കാത്ത പണിയൊക്കെ സെക്രട്ടറിക്ക് ഇഞ്ചി കൊടുക്കും. ഇടക്കിടക്ക് അങ്ങനെ മെസ്സേജ് വിടും. എന്നാ ഉപയോഗിക്കണ പണി? ഒരു സാധുവായ ചങ്ങായി അവിടുത്തെ മുല്ലാക്കാണ്. മനുഷ്യന്മാർ തെറ്റൊക്കെ പറ്റുമല്ലോ. ആ ചങ്ങായി കുടുംബം പറ്റുന്ന ഈ ബാങ്ക് കൊടുത്തു ഈ പള്ളി അടിച്ചു വരിയിട്ടാണ്. ചിലപ്പോൾ ഒക്കെ അബദ്ധം ഉണ്ടാവും. ചില ദിവസം കര വൃത്തിയാക്കി കഴിക്കും, ചിലപ്പോൾ അതിന് കഴിയൂല. ഒക്കെ ഇവിടെ നോട്ട് ചെയ്ത് കൃത്യമായി. അവൻ്റെ ഹൃദയം അള്ളാഹ്ക്കാണെങ്കിൽ ഓൻ്റെ ഹൃദയമാണ് ഖുർആൻ. ഓന് കൊല്ലം തന്നെ ഓതിയിട്ടുണ്ടാവില്ല. ഓനാകെ ഓതണ പാത്തിയ സുഹൃത്താണ്. പക്ഷെ നാട്ടിലല്ലെങ്കിൽ ഓരോ മനുഷ്യരാഗ്രഹിക്കും മൂപ്പര് പരിക്കാക്കട്ടെ. കാരണം മൂപ്പരത്ത് ചെന്നാൽ നീതി കിട്ടും. നീതിക്കെതിരായ കാര്യം മുമ്പിൽ അംഗീകരിക്കില്ല. അങ്ങനത്തെ ആളുകൾ ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഒരാൾ ഖുർആനൊന്നും ഓതില്ല, പക്ഷേ തോന്നിയാസം നാട്ടിൽ നടക്കാൻ പറ്റില്ല. ഒരു മനുഷ്യൻ കുടുങ്ങിക്കണമെങ്കിൽ അവിടെ സാധിച്ചിട്ടുണ്ടാവും. ഒരു മനുഷ്യൻ ഉപദ്രവിക്കാൻ പറ്റില്ല. പോലീസ് സ്റ്റേഷനിലൊന്നും പോകേണ്ടി വരില്ല. ഇദാ കാനൽ ഹുക്മു മിൻ മാലിക്കിൽ മുൽക്കി ഫസിയ്യാനി ഇൻദി ഫസിയ്യാനി ഇൻദി എന്ന് പറഞ്ഞ വരി കഴിഞ്ഞു. അതിവിടെ എവിടെയോ കഴിഞ്ഞു, ഇവിടെ എവിടെയോ കഴിഞ്ഞു, എവിടെയോ കഴിഞ്ഞു. ഇവിടെ എവിടെയോ കഴിഞ്ഞു. ഇതാത്തൊരു വരിയാണ്. മിമ്മാലിക്കിൽ മുൽക്കി ഇവിടെ എവിടെയോ കഴിഞ്ഞല്ലോ അത്. ഇവിടെ കഴിഞ്ഞല്ലോ. ഇതാ മിമ്മാലിക്കിൽ മുൽക്കി പ്രവാസി ഒന്ന് നോക്കടാ. അവിടെ എവിടെയോ കഴിഞ്ഞു. മിമ്മാലിക്കിൽ മുൽക്കി നാത്തിൽ വാരി മുഖദ്ദമു ഇവിടെ എവിടെയോ കഴിഞ്ഞിട്ടുണ്ട്. 22ാമത്തെ പേജ്. ഇദാ കാനത്തിൽ അഖ്ദാറു മിൻ മാലിക്കിൽ മുൽക്കി ഫസിയ്യാനി ഇൻദി മാ യസ്റു വമാ യുബ്കി. 2ാമത്തെ വരി. ഇദാ കാനത്തിൽ അഖ്ദാറു മിൻ മാലിക്കിൽ മുൽക്കി, എല്ലാ വിധികളും രാജാതിരാജന്റെ ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ ഫസിയ്യാനി ഇൻദി എൻ്റെ അടുക്കൽ സമമാണ് മാ യസ്റു സന്തോഷിപ്പിക്കുന്ന വിധിയും വമാ യുബ്കി കരയിപ്പിക്കുന്ന വിധിയും എനിക്ക് 2 സമമാണ്. അത് ആൺകുട്ടികൾക്ക് പറയാൻ കഴിയുന്ന ഓർത്താനാണ്. അപ്പോൾ എനിക്ക് ജയിലിന് പുറത്തും വ്യത്യാസമല്ല. കണക്കാക്കുന്നത് ആരാണ്? അള്ളാഹുവാണെങ്കിൽ എനിക്ക് 2 ഒരുപോലെയാണ്. എൻ്റെ റബ്ബ് ഇന്ന് അതാ കണക്കാക്കി, എൻ്റെ റബ്ബ് ഇന്ന് അതാ കണക്കാക്കി, അങ്ങനെ ഞാൻ വിചാരിക്കും. എന്താ വരി? ആ വരിയൊക്കെ പൊന്ന് കെട്ടി എഴുതിയേക്കണം വീട്ടിൽ. ഇതാക്കാനത്തിൽ അത് വീട്ടിൽ എഴുതിയേക്കേണ്ട വരിക. ഇതാക്കാനത്തിൽ അഖ്ദാറു, മനസ്സിലായില്ലേ പറഞ്ഞത്? ഇതാക്കാനത്തിൽ അഖ്ദാറു തഖ്ദീറാത്തുകൾ ആണെങ്കിൽ നീ മാലിക്കിൽ മുൽക്കി, രാജാതിരാജനായ ഉടമക്കാരനായ അള്ളാഹുവിൽ നിന്നാണ് വിധി വരുന്നതെങ്കിൽ ഫസിയ്യാനി, 2 സമമാണ്. ഇന്ദി എൻ്റെ അടുക്കൽ സമമാണ്. ഫസിയ്യാനി അവിടെ സമമാണ്. ഇന്ദി എൻ്റെ അടുക്കൽ സമമാണ്. എന്ത്? മാ യസ്റു വമാ യുബ്കി, സന്തോഷിപ്പിക്കുന്നതും ദുഃഖിപ്പിക്കുന്നതും 2 എനിക്ക് സമമാണ്. ഇനി എന്താ പ്രശ്നം? തല കൊടുത്ത് ചിന്തിക്കണം കേട്ടോ. രാജാതിരാജനെ നമുക്ക് ഇഷ്ടമാണ്, അപ്പോൾ സന്തോഷിപ്പിക്കുന്നത് ഇഷ്ടമാണ്. ഭാര്യ നിങ്ങൾക്ക് വേദനിപ്പിക്കുന്നൊരു സംഭവം ഉണ്ടായി സങ്കല്പിക്കുക. ഓളെന്തോ ഒന്ന് ചെയ്തപ്പോൾ നേരെ നിങ്ങളെ മുഖത്താട്ടിയാണ് കൊണ്ടത്. ഓളി ഈച്ചനാട്ടിയതാണ്. പക്ഷെ നിങ്ങളെ കവിളത്ത് ആട്ടിയാണ് കിട്ടിയിട്ട് കവിളാണ് ചുവന്നുപോയി. പിന്നെ 2 ദിവസം പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ. മറ്റൊരു പറയാൻ പറ്റും ഇത് മറിയാമ്മദ് അച്ഛ എന്ന് പറയാൻ പറ്റും. എന്നാ ഓളടിച്ചതുമല്ല, ഓളി ഈച്ചനാട്ടിയതാണ്. കട്ട് നിങ്ങളെ കവിളിലാണ്. അപ്പോൾ അയാളെ കുത്തരുന്നു, പുറത്തു പോയതുമില്ല. അപ്പം നിങ്ങൾക്ക് അവിടെ ഞാൻ അതിൻ്റെ പേരിൽ ആക്ഷേപിക്കും അന്തം കമ്മി. എന്നാൽ ഇതിൻ്റെ കവളത്ത് ഈ ജാതി തല്ലിയല്ലോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായില്ല എന്ന് ആര് പറയും? ഓളെ എല്ലാത്തൊരു പറയും.
ഓളെ മുഖറബാണ് നീയും, നിന്റെ മുഖറബാണ് അവളെങ്കിൽ പിന്നെ അവിടെ എന്താ? ആ, നീ ഇന്നലെ കവിള് ചുമ്മാ വെച്ച അതേ കവിളിൽ നീ തച്ചു, എനിക്ക് രണ്ടു സമാണ്. ഇപ്പൊ സിയാൻ യസുറുമായി ബുക്കി. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവൂല. ആരെ മുഖറബാണെങ്കിൽ പറയാം, അള്ളാഹിനെ ഒക്കെ കട വീടിയാലെന്ത്, വീടിയില്ലെങ്കിലെന്ത്, മുതൽ കിട്ടിയാലെന്ത്, മുതൽ കിട്ടിയില്ലെങ്കിലെന്ത്. അത് പറഞ്ഞ മനസ്സിലായോ? മുതൽ കിട്ടിയാലെന്ത്, മുതൽ കിട്ടിയിട്ടില്ലെങ്കിലെന്ത്. പിന്നെ മുതൽ കിട്ടലാണ് വിചാരമുണ്ടാക്കുക. എന്തുകൊണ്ട്? പിന്നെ അത് ബുദ്ധിമുട്ടാണ്. ഈടി ആരെ പേരിലും കയറുന്നു. ഇപ്പം നമുക്ക് മിഞ്ഞാന്ന് മനസ്സിലായി. ഇതുവരെ അത് മനസ്സിലായിട്ടില്ലേ? ഇപ്പം ഈ മിഞ്ഞാനത്തോടുകൂടി നമുക്ക് എന്ത് തിരിഞ്ഞു? ഈടി എവിടെയും കയറും മനസ്സിലായി. അവനെ പൈസ ഇല്ലാക്കല്ലേ ഞാൻ. ഇതെന്താ പ്രശ്നം? കടക്കാരനായി മരിച്ചു, അതിനെന്താ പ്രശ്നം? കടക്കാരനായി മരിച്ച ഒരാൾ പേര് ഞാൻ പറഞ്ഞില്ല, മുഹമ്മദ് മുസ്തഫ. വഫാത്തായിട്ട് പിന്നെയാണ് കടം വീട്ടിയത്. അലി ബിൻ അബി താലിബ് കടം വീട്ടിയത്. അങ്ങനെ ഉണ്ടല്ലോ, അന്നിയില്ല അലി, എനിക്ക് വരുന്ന കടം അലി അല്ലാതെ വിട്ടരുത്. അങ്ങനെ എനിക്കെന്താ പ്രശ്നം? എന്തേ നബിക്ക് കടം വീട്ടിയാന്ന് വെച്ചൂടെ? എന്തേ കാരണം? എന്താ കാരണം? അതും ഒരു ശറഅാണ്. ഖിയാമത്ത് നാൾ വരെ ഞാൻ അതിൻ്റെ പേരിൽ ഒരാൾ ആക്ഷേപിക്കരുത്. ആ വീട്ടാനൊരു പരിഹാരം ഉണ്ടായാൽ മതി. ആ പരിഹാരങ്ങൾ ഉണ്ടാക്കി വെക്കണം, അത്രയേ ഉള്ളൂ. രോഗം വന്ന് മരിച്ചു, ലോകത്തിലല്ലേ മുസ്തഫ നബി മരിച്ചു വഫാത്തായത്? അങ്ങനെ പറഞ്ഞൂടെ? മുസ്തഫ നബി രോഗത്തിൽ മരിച്ചു, അത് ലോകത്തിലാണല്ലോ ആര് വഫാത്തായത്? ഹബീബായ റസൂലുള്ളാഹ്. ഒരു പനിയാണ് ഉണ്ടായത്, പക്ഷെ അങ്ങനെ മരിക്കുന്നൊന്നും ഞങ്ങൾ കരുതിയിട്ടില്ല. അങ്ങനെ പറയാൻ പറ്റും? എന്തോ കുരുത്തക്കടയിരിക്കും. അങ്ങനെ നമ്മൾ വിഡ്ഢികൾ പറയാം. ഒരു പനി ഉണ്ടായിട്ട് പനിയിലൊക്കെ ആരെങ്കിലും മരിക്കലുണ്ട്? ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് റസൂലുള്ളാഹിക്ക് ഉണ്ടായത് എന്താ? പനി. ഇവരൊക്കെ കുരുത്തക്കട് പറയാൻ വേണമെങ്കിൽ അങ്ങനെയും പറയുള്ളൂ. എന്ത് സംഗതി ഉണ്ടായത് പുറത്ത് പറയണ്ട, ഒരു പനിയാണ്. പക്ഷേ എന്തോ കുരുത്തക്കടായിരിക്കും. പിന്നെ അയിമലാണ് മരിക്കാണ്ടായത്. എടാ, കുരുത്തക്കട് നോക്കണം. നമുക്കിന് ഇതും പറഞ്ഞൂടെ? ഒരു നിസ്സാരപ്പെട്ട പനി മാറിയില്ല, അതിൽ വഫാത്തായി. സഫറിൽ അവസാനത്തെ ബുധനാഴ്ച പനി തുടങ്ങിയത്. വീട്ടിൽ 12 വരെ നീണ്ടു നിന്നു. വിട്ടും പനിക്കും അതിൽ വഫാത്താവും ചെയ്തു. എന്തേ? അതിൻ്റെ പേരിൽ രോഗത്തിൽ വഫാത്താവും മരിക്കുന്ന ആളുകളുടെ ഉണ്ടാവും ലോകാവസാനം വരെ. അവരതിൻ്റെ പേരിൽ ആക്ഷേപിക്കപ്പെടരുത്. നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായി? അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. തഖ്ദീറാത്ത് ആരുടേതാണ്? അള്ളാഹുവിൻ്റെതാണ്. പിന്നെ നമ്മൾക്ക് ഒന്നല്ലേ, നമ്മളൊക്കെ ഈ സ്ഥലത്ത് ചെല്ലിയാലുണ്ട്, സ്ഥലത്ത് ചെല്ലിയില്ലെങ്കിനത്ത്. എൻ്റെ ജീവിതം ഖുർആനാണെങ്കിൽ ചോദ്യാൽ എന്ത് ഓതിയിട്ടില്ലെങ്കിൽ എന്ത്? എൻ്റെ ജീവിതം ഇബിലീസിൻ്റെതാണെങ്കിൽ രാവും പകരം ഓതിയിട്ടെന്ത്? രാവും പകരം ഖുർആൻ ഓതിയിട്ട് ഇബിലീസിൻ്റെ പണിയെടുക്കുന്ന ആളെ എനിക്കറിയാം. പുറത്തു പറയണ്ട. എന്താ പറഞ്ഞു? ഒരു ഹർഫ് ഖുർആൻ നോക്കാതെ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ആളെയും എനിക്കറിയാം. ആരാ നല്ലോൻ? പറയടാ ഊത്തന്മാരെ പറയടാ, ഊത്തന്മാരെ. ഓതാതൊക്കെ നീ പറഞ്ഞ മാനിയില്ല. ഒരു ഹർഫ് ഖുർആൻ ഓതാതെ അള്ളാഹ്ക്കനുസരിച്ച് മാത്രം ജീവിക്കുന്ന വ്യക്തിയെ എനിക്കറിയാം. രാവും പകൽ ഖുർആൻ ഓതും, ഇബ്ലീസിൻ്റെ പണിയെടുക്കുള്ളൂ, ആ ആളെ എനിക്കറിയാം. ലുഹാൻ്റെ നേരം നേരത്തെ വന്നവരെ 100 വരെ പള്ളിയിരുന്ന് ഖുർആൻ ഓടും. അതിൻ്റെ ഇടയിൽ മുല്ലാക്ക് എടുക്കുന്ന പണിയെടുക്കാത്ത പണിയൊക്കെ സെക്രട്ടറിക്ക് ഇഞ്ചി കൊടുക്കും. ഞാൻ 100 പോയി പെട്ടെന്ന് വരും. കാരണം ആരെങ്കിലും മുല്ലാക്കിയ മൂല്യര് എന്തെങ്കിലും ചെയ്യണത് സെക്രട്ടറി അറിയാതാക്കാൻ പറ്റൂല. സെക്രട്ടറി മുമ്പിൽ ഇടക്കിടക്ക് എന്തെങ്കിലുമൊക്കെ ചില്ലറ കൊടുക്കുകയും ചെയ്യും. പിന്നെ ഞാനവിടെ ഇല്ലാത്ത നിങ്ങൾ ആക്കണം കേട്ടോ. ഇടക്കിടക്ക് അങ്ങനെ മെസ്സേജ് വിടും. എന്നാ ഉപയോഗിക്കണ പണി? ഒരു സാധുവായ ചങ്ങായി അവിടുത്തെ മൊല്ലാക്കിയാണ്. മനുഷ്യന്മാർ തെറ്റൊക്കെ പറ്റുമല്ലോ. ആ ചങ്ങായി കുടുംബം പറ്റണം ഈ ബാങ്ക് കൊടുത്തനും ഈ പള്ളി അടിച്ചു വരിയിട്ടാണ്. ചിലപ്പോൾ ഇതൊക്കെ അബദ്ധം ഉണ്ടാവും. ചില ദിവസം കര വൃത്തിയാക്കി കഴുകും, ചിലപ്പോൾ അതിന് കഴിയൂല. ഒക്കെ ഇവിടെ നോട്ട് ചെയ്ത് കൃത്യമായി സെക്രട്ടറി ഇങ്ങനെ വായിക്കുമ്പോൾ കഴിഞ്ഞ ഒക്ടോബർ 19-ാം തീയതി നിങ്ങൾ പള്ളി അടിച്ചു വരിയിട്ടില്ലല്ലോ. സെക്രട്ടറി 19-ാം തീയതി 20-ാം തീയതി 30-ാം തീയതി 41-ാം തീയതി എവിടെ വന്നിട്ടില്ല, പള്ളി വന്നിട്ടില്ല. ഇതെന്തേ? അവിടെ ഒരു ഓത്തനുണ്ട്. ഈ ഓത്തങ്ങനെ മെസ്സേജ് കൊടുക്കണം. എന്താ മൂപ്പരെ പണി?
പറേ ഖുർആനോട് എടുക്കണ പണിയോ പക്ക ഇബ്ലീസ്. ഇനി അങ്ങനെയുള്ളവരില്ലേ? അല്ല നിങ്ങൾ ഈ ഒരു കാര്യം അർപ്പിച്ചോളി, അതൊന്നും ഇന്നോട് പറയണ്ട. നിങ്ങളെ ഓത്തും പാട്ടും നിസ്കാരം നിങ്ങൾ പുറത്ത് പറഞ്ഞോളി, ഇന്നോട് പറയരുത്. ഞാൻ ഈ കാണുന്ന ഒന്നും വിശ്വസിക്കൂല, വിശ്വസിക്കുന്നില്ല. അത് നിങ്ങൾ പഠിച്ചോനത്ത് കൂലി ഇട്ടണേ വാങ്ങിക്കൂലി. ഇതൊന്നും ഞാൻ വിശ്വസിക്കൂല. കാരണം അതൊന്നും മനുഷ്യൻ്റെ നന്മയുടെ അടയാളം ഒരിക്കലുമല്ല. അല്ലെന്ന് പറഞ്ഞാൽ പോലെ അവിടെ തെക്കിയത് കൂട്ടുന്നുണ്ട്. ഒരിക്കലുമല്ല. ഒരു തന്നെ നിസ്കാരം ഓത്തും പാട്ടും തെസ്ബിയും ബാഞ്ചരിസ് 100 മജ്ലിസ് 350 എന്തല്ല പറയടാ, അവൻ്റെ നന്മയുടെ അടയാളം അല്ല, അവൻ്റെ സിത്തറിൻ്റെ അടയാളം, അവനൊരു കഴിച്ചിലാനുള്ള അടയാളം. മറ്റൊന്ന് അവൻ ഹൃദയം അല്ലാഹ്ക്കാണെങ്കിൽ ഓൻ്റെ ഹൃദയമാണ് ഖുർആൻ. ഓന് കൊല്ലം തന്നെ ഓതിയിട്ടുണ്ടാവില്ല. ഓനാകെ ഓതണ വാദ്യ സുഹൃത്താ. പക്ഷെ ആ നാട്ടിൽ ഓനില്ലെങ്കിൽ ഓരോ മനുഷ്യനാഗ്രഹിക്കും മൂപ്പര് മരിക്കാക്കട്ടെ. കാരണം മൂപ്പരത്ത് ചെന്നാൽ നീതി കിട്ടും. നീതിക്കെതിരായ കാര്യം മുമ്പിൽ അംഗീകരിക്കില്ല. അങ്ങനത്തെ ആളുകൾ ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഒരാൾ ഖുർആനൊന്നും ഓതില്ല, പക്ഷേ തോന്നിയാസം നാട്ടിൽ നടക്കാൻ സമ്മതിക്കില്ല. ഒരു മനുഷ്യൻ കുടുങ്ങിക്കണമെങ്കിൽ അവിടെ സഹായിച്ചിട്ടുണ്ടാവും. ഒരു മനുഷ്യൻ ഉപദ്രവിക്കാൻ സമ്മതിക്കില്ല. പോലീസ് സ്റ്റേഷനിലൊന്നും പോകേണ്ടി വരില്ല. അങ്ങനത്തെ എത്ര ആളുകൾ. എൻ്റെ വാപ്പ സ്ഥിരമായി പറഞ്ഞിരുന്നതാണ്. ഒരാൾ പണ്ട് 10-70 കൊല്ലം മുമ്പുള്ളൊരു സംഭവം. പഴയ കാലത്ത് നാട്ടിലൊരു നല്ല മനുഷ്യനുണ്ടായിരുന്നു, മാലിലക്കാരനോലായിരുന്നു. അപ്പോൾ ആരോ ഒരാൾ മരിച്ചതിന് ശേഷം പോയി പോലീസ് സ്റ്റേഷനിൽ പെറ്റീഷൻ കൊടുത്തു. 10-70 കൊല്ലം മുമ്പുള്ള കഥയാണ് ഈ പറഞ്ഞേട്ടാ. എൻ്റെ വാപ്പ പറയുന്നത്, എൻ്റെ വാപ്പയുടെ കുട്ടിക്കാലത്ത് നടന്ന സംഭവം. അങ്ങനെ ആരോ പോലീസ് സ്റ്റേഷനിൽ പോയി പെറ്റീഷൻ കൊടുത്തു, ഇത് കൊന്നു കുഴിച്ചിട്ടാണ്. അങ്ങനെ പോലീസുകാർ വന്നു. പോലീസുകാർ മാലിലക്കാരനോല് അവിടെ വന്നു. പിന്നെ ഒരാളെയും കൊണ്ടുവന്നു. അപ്പോൾ ഇയാൾ രാവിലെ കസേരയിലിരിക്കുക. അപ്പോൾ പോലീസുകാർ വന്നു, എന്തേന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, അങ്ങനെ പെറ്റീഷൻ പോലീസ് സ്റ്റേഷനിൽ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഖബർ മാന്തി പരിശോധിക്കണം, അതിന് വന്നതാണ് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു, എടുത്ത വക്കീൽ പറഞ്ഞു, എൻ്റെ നാട്ടിൽ കുഴിച്ചിടുന്ന പണി മാത്രമേ മനുഷ്യന്മാർ ഏറ്റിട്ടുള്ളൂ, മാന്തണ പണി ഇസ്രാഫിലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങളിപ്പോൾ പോയിക്കോളി പറഞ്ഞു. പോവുകയും ചെയ്ത്. പിന്നെ ഇവിടെ ഒന്നും നടക്കൂല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായില്ല. അങ്ങനെ വെയിറ്റുള്ള ഒരാൾ, അങ്ങനത്തെ ആളുകൾ ഇഷ്ടം പോലെ നമ്മളെ നാട്ടിലുണ്ടായിരുന്നു. ഒരു കളിയും പോലുള്ള കാലത്ത് നടക്കൂല. ഞങ്ങളെ നാട്ടിൽ കുഴിച്ചിടുന്ന പണി മാത്രമേ മനുഷ്യന്മാരെ ഏറ്റിട്ടുള്ളൂ, മാന്തണ പണി ഞങ്ങൾ ഇസ്രാഫിലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പോലീസുകാർക്ക് ഇസ്രാഫിൽ ആരാന്നും ആരാണ് ഇസ്രാഫീൽ? അപ്പൊ ഒരു ചേച്ചി വേറെ ഏതൊരു കാക്ക അവിടുന്ന് ഹൈക്കോടതിയിൽ നിന്ന് ആളെ വിട്ടിട്ടുണ്ടാവും. മാന്താൻ ഞങ്ങൾ ഇസ്രാഫീലിനെ ഏൽപ്പിച്ചിട്ടുണ്ടാണ്. അപ്പോൾ ഇത് ഹൈക്കോടതിക്ക് റെഫർ ചെയ്തിട്ടുണ്ടാവും. ഇത് പോലീസുകാർ ഫോൺ ചെയ്ത് അത് ഇസ്രാഫീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. മനസ്സിലാണ് പറഞ്ഞത്. അങ്ങനത്തെ മനുഷ്യന്മാര്. എൻ്റെ ബാപ്പ എത്രയോ വട്ടം എന്നോട് അതൊക്കെ പറഞ്ഞേക്കുന്നറിയോ. അതായത് അത്ര വെയിറ്റുള്ള ആളുകൾ, അവർ വാക്ക് പറഞ്ഞ ആ വാക്കാണത്. ഞാൻ ഈ മനുഷ്യന്മാർക്ക് രാമപാലം ഖുർആൻ ഓതണ പണിയാ ആണോ? ഒന്നുമല്ല. ഒരു 25,000 വരെ ഖുർആൻ ഓതിയിട്ടുണ്ടാവില്ല. പക്ഷേ അവരൊരു ഹറാമോട്ട് ചെയ്യൂല, ഒരു ഹറാമ് ചെയ്യാൻ അവരോട്ട് സമ്മതിക്കൂല, ഒരു അനീതി കേടാൻ സമ്മതിക്കൂല. അത് ഏത് ജാതിയാണ് പാടില്ല. അത് ജാതിയില്ല, മതമല്ല. ഒരു കഷ്ടപ്പെട്ട മനുഷ്യൻ കഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവരതിന് പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതേ സമയത്ത് ഈ ഓത്തന്മാരും ഊത്തന്മാരുമായി നമുക്ക് മനുഷ്യനെ എങ്ങനെ ഇടങ്ങറാക്കണോ അതേ നമ്മൾ ചിന്തയുള്ളൂ. നമുക്ക് പറഞ്ഞത് മനസ്സിലായപ്പോൾ വളരെ നമ്മൾ ചിന്തിക്കണം. നമ്മൾ വിചാരിച്ചോട്ടും നല്ല കാര്യം, അതിൻ്റെ അർത്ഥം ഓത്ത് നിർത്തണം എന്നല്ല, ഓതണമെന്നുമല്ല. ഓതിയിട്ട് മുഖറബാവൂല. സഫാ ഉൽ ഖൽബ് കൊണ്ടല്ലാതെ ഒരാൾ വലിയായിട്ടില്ല. എന്തുകൊണ്ട് വലിയ ദിക്റുകൊണ്ട് ഒരാൾ വലിയാവൂല. നിങ്ങൾ ഇതിൻ്റെ കൂടെ വരി. ദിക്റുകൊണ്ട് വലിയാവില്ല. ദിക്റുകൊണ്ട് വിലായത്ത്, സഫാ ഉൽ ഖൽബ് കൊണ്ടാ വിലായത്ത് ഉണ്ടാവുക. സഫാ ഉൽ ഖൽബ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ ശുദ്ധത. ഒരു മനുഷ്യൻ ലാ യബ്ലുഗു വലിയുൻ ദർജത്തൽ വിലായത്തി ഇല്ലാ ബി സഫാഇൽ ഖൽബി.
എത്ര കിതാബിലൊക്കെ എഴുതിയിട്ടുള്ളതെന്നറിയാം. സഫാഉൽ ഖൽബ് കൊണ്ടല്ലാതെ വലിയ വിലായത്തിന്റെ മർത്തബയിലെത്തൂല. ദിക്റോണ് നിസ്കാരം കൊണ്ട് എത്തുന്നല്ല. ഇത് നിസ്കരിച്ചാൽ അതിന്റെ കൂലൻ കിട്ടിയേക്കാം, വലിയാവൂല. വലിയാകൽ എപ്പോഴാണ് പറയക്കൊണ്ട് സഫാഉൽ ഖൽബ്, ഹൃദയത്തിന് അത്രയും തെളിച്ചം വേണം, ഹൃദയത്തിൽ അത്രയും വെളിച്ചം വേണം. തെളിഞ്ഞ ഹൃദയം, ഒന്നുമില്ല ഹൃദയത്തിൽ, ഒരു പോരില്ല, ഒന്നുമില്ല. ആരോടെങ്കിലും വിരോധമുണ്ട്? ഇല്ല. ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിൻ്റെ കുടൽമാല കഴുത്തിലിട്ട് കൊടുത്ത മനുഷ്യനെ 8ാമത്തെ കൊല്ലം വന്നപ്പോൾ എല്ലാവരും വീട്ടിലേക്ക് പോയിക്കോളൂ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പോലും എനിക്ക് നിർബന്ധമില്ല എന്ന് പറഞ്ഞയച്ചത്. അതല്ലേ മുഹമ്മദ് മുസ്തഫ? അപ്പോൾ അവർക്ക് എളിമയില്ലേ? അത് ഓരോ സ്വാഭാവികമാണ്. അവർക്ക് എളിമയല്ലേ? അത് സ്വാഭാവികമാണ്. ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല. ഈ മനുഷ്യൻ ആ നാട്ടിലേക്ക് വരുമ്പോൾ 10,000 പട്ടാളക്കാരായി മനുഷ്യന്റെ ബാക്കിൽ. 8ാമത്തെ കൊല്ലം. അപ്പോൾ ഒരു ഈത്തപ്പനയുടെ തണ്ടിൽ നിന്ന് ഒരു നാര് മുറിച്ചെടുത്തിട്ട് ഒരാൾ ആ ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ചിട്ടുണ്ട്. അബൂ തൽഹത്ത് അൽ അൻസാരി റളിയല്ലാഹു അൻഹു, ഹബീബ റസൂലുള്ളാഹി ഒട്ടകപ്പുറത്തിരിക്കുന്നത് ഇങ്ങനെ. തന്റെ നടുവൊന്നും നിവർത്തിയില്ല. എന്തുകൊണ്ട്? നബി തല ഉയർത്തി പിടിച്ചിരുന്നാൽ അവർ ഭയപ്പെടുമോ എന്ന് നബി പേടിച്ചിട്ട്. എന്താ പറഞ്ഞ വർത്താനം! എന്ത് നട്ടല്ലൊന്നും നിവർത്തിയിരുന്നില്ല. ഒട്ടകപ്പുറത്ത് ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല കഴുത്തിലിട്ടിട്ട് നൃത്തം ചവിട്ടിയ ജനങ്ങളാണ് ഈ നാട്ടുകാർ. ഈ മനുഷ്യന്റെ ഇന്ന് ഈ ഒട്ടകപ്പുറത്തിരിക്കുന്ന ഈ മനുഷ്യന്റെ ജീവനില്ലാതെയോ ആ മനുഷ്യനെ കാണിച്ചെന്നാൽ, തല കാണിച്ചെന്നാൽ 100 ഒട്ടകം ഇനാം തരാം എന്ന് ആ കഅബാലയത്തിന്റെ മുറ്റത്തുനിന്ന് അവരാണ് വിളിച്ചു പറഞ്ഞത്. അതിലാണ് അവർ 4 ഭാഗം ഈ മനുഷ്യനെ തല കൊണ്ടുവരാൻ ഓടിയത്. ഇവര് ഇപ്പൊ 10 കൊല്ലമായിട്ടില്ല, എത്രയായിട്ടുള്ളൂ? 8ാമത്തെ കൊല്ലം ഈ മനുഷ്യൻ തിരിച്ചു വരുമ്പോൾ അവർക്കറിയാം അവര് തകർന്നു. അപ്പോൾ ഈ മനുഷ്യൻ എന്ത് ചെയ്തില്ല? മോനെ മുതുക് പോലും ഉയർത്തിയില്ല. ഒട്ടകപ്പുറത്ത് ഇങ്ങനെ ഇരുന്നില്ല. നബിയെ കണ്ടിട്ട് അവർ പേടിക്കുമോ എന്ന് ആര് പേടിച്ചു? നബി പേടിച്ചു. എന്നെ കണ്ട് ഒരിക്കലും വിഷമം വേണ്ട. ഭയങ്കരല്ലേ? എന്താ മനസ്സിലോട്ട് പറഞ്ഞു. എന്താ മനുഷ്യൻ്റെ ഒരു അവസ്ഥ! എന്നാ ഇവരിപ്പോഴും ആരെന്നെയാണ്? മുശ്രിക്കുകൾ. ഇവരൊക്കെ ആരാണ്? മുശ്രിക്കുകളാണ്. കഅബാലയത്തെ നശിപ്പിച്ചവരാണ്. യൂറോപ്യൻ പിശാചുക്കളെ കഅബാലയത്തിൽ കുടിയിരുത്തിയവരാണ്. അവര് പേടിക്കാതിരിക്കാനാണ് ചെയ്ത്. അത് എന്തല്ല, അവരൊക്കെ ഇപ്പൊ മൂമിനായിട്ട് എന്നാ ഞാൻ ഒരു വിഷമിക്കണ്ടെന്ന് വിചാരിച്ചിട്ടല്ല. ഇവരിപ്പോഴും ആരെന്നെ? ഇവരിപ്പോഴും അള്ളാഹ്ക്കല്ല കുമ്പിടുന്ന, ഈ യൂറോപ്യൻ പിശാചുക്കൾക്ക് കുമ്പിടുന്ന ഇവര് ഭയപ്പെടരുത്. ആ നട്ടൊന്നും നിവർത്തിയിരുന്നില്ല. അവർ നബിയെ കണ്ട് ഭയപ്പെടുമോ എന്ന് നബി ഭയപ്പെട്ടു. സല്ലല്ലാഹു അലൈഹി വസല്ലം മെല്ലെ മെല്ലെ ഒരു സ്വരം അടുത്ത് ഇങ്ങനെ മെല്ലെ മെല്ലെ ഉച്ചരിച്ചു കൊണ്ടിരുന്നു. അന നബിയുൻ ലാ കദിബ്. ഞാൻ കളവ പറഞ്ഞാൽ അല്ല കേട്ടോ, ഞാൻ നബിയാണ്, നിങ്ങൾക്ക് ഇനി പേക്കരുത് കേട്ടോ, ഞാൻ നബിയാണ്. മെല്ലെ ആ ഒട്ടപ്പുറത്തിൽ നിന്ന് മനുഷ്യൻ ചെല്ലുന്ന ദിക്റതാ, അന നബിയുൻ ലാ കദിബ്. കളവല്ല കേട്ടോ, ഞാൻ ആര് തന്നെ, ഞാൻ നബിയാണ്, സത്യാണേ, കളവല്ല കേട്ടോ. നിങ്ങൾക്ക് എന്നെക്കൊണ്ട് നാളെ നിങ്ങൾ അള്ളാഹിൻ്റെ മുന്നിൽ കുഴങ്ങരുത്, നിങ്ങൾ എന്നെ കളവാക്കരുത് കേട്ടോ, ഞാൻ നിരപരാധിയാണ്, അള്ളാഹു എനിക്ക് നുബുവത്ത് തന്നതാണ്, ഞാൻ കളവ് പറഞ്ഞല്ല കേട്ടോ. ആ സമയത്ത് അതാ പറയുന്നത്, അന നബിയുൻ ലാ കദിബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ്. നിങ്ങൾക്ക് എൻ്റെ വല്യാപ്പാനെ അറിയാലോ, ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ കുട്ടിയല്ലേ. അബ്ദുൽ മുത്തലിബ് പറഞ്ഞ വാക്കിന് വിലയുള്ള ആളല്ലേ. ആ മനുഷ്യൻ്റെ പേരക്കുട്ടിയാണ്. ഞാനെങ്ങനെ നിങ്ങളോട് കളവ് പറയും? അബ്ദുൽ മുത്തലിബ് എന്നെ സ്വന്തം മകനെ പോലെ കൊണ്ടുവരുന്ന 8ാമത്തെ വയസ്സ് വരെ. മനസ്സിലായില്ലേ? 1ാമത്തെ ദിവസം മുതൽ, പ്രസവിച്ച 1ാമത്തെ ദിവസം മുതൽ 8ാമത്തെ വയസ്സിൽ അബ്ദുൽ മുത്തലിബ് മരിക്കുന്നവരെ ആരെപ്പോലെ കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് അനബിന് അബ്ദുൽ മുത്തലിബിന്, അബ്ദുൽ മുത്തലിബിന്റെ മോനാണ്, അബ്ദുൽ മുത്തലിബിന് മകൻ തന്നെയാണ് ആര്?
സ്വന്തം മകനുള്ളതിനേക്കാൾ വലിയ സ്ഥാനം ആർക്കാണ് കൊടുത്തത്? ഈ മുഹമ്മദ് എന്ന കുട്ടിക്കാണ്. അപ്പോൾ നാട്ടിൽ അറിയപ്പെട്ടത് ആരെ കുട്ടിയായിട്ടാണ്? അബ്ദുള്ള നേരത്തെ മരിച്ചും പോയി. 6 മാസം ഗർഭത്തിലിരിക്കുന്ന നേരത്തെ ബാപ്പ മരിച്ചിട്ടുണ്ട്. പിന്നെ പൂർണ്ണ സംരക്ഷണം ആരാണ്? കുട്ടി ഭൂമിയിൽ വന്നത് മുതൽ 8-ാം വയസ്സിൽ മരിക്കുന്നത് വരെയും സംരക്ഷകൻ അവിടെ ആരാണ്? അബ്ദുൽ മുത്തലിബാണ്. അതാണ് ഞാൻ അബ്ദുൽ മുത്തലിബ് കുട്ടിയാന്ന് പറയുന്നത്. കൈബാലയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പം നടക്കുന്ന വല്യപ്പാൻ്റെ ഒപ്പാണ്. വല്യപ്പ പോണ യോഗത്തിന് കുട്ടി പോവും. ദാറുന്നതയിൽ യോഗം കൂടുമ്പോൾ അവിടെ വല്യപ്പ ഇരിക്കും, അപ്പം കുട്ടിയും പോയിരിക്കും. നാട്ടിലെ പ്രധാനപ്പെട്ട ആളാണ് അബ്ദുൽ മുത്തലിബ്. അപ്പം അബ്ദുൽ മുത്തലിബിൻ്റെ കൂടെ സ്വാഭാവികമായി എപ്പോഴും ആരുണ്ടാവും? ഈ ഹബീബ. അതാണ് ഇപ്പോൾ പറഞ്ഞത്, ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ മകനാ നിങ്ങൾ കണ്ടല്ലേ, ഞങ്ങൾ പറയില്ലല്ലോ. അതാണ് ആ നേരത്തും പറയണത്. അവിടെ പറഞ്ഞ പേര് അബ്ദുൽ മുത്തലിബിൻ്റെ പേരുമാണ്. ഞാൻ ഹംസൻ്റെ എളാപ്പാൻ്റെ മുത്താപ്പാൻ്റെ ഏട്ടൻ്റെ മകനാണെന്ന് അല്ല പറഞ്ഞത്. അബ്ദുൽ മുത്തലിബ് ഇല്ലാല് പേരിനല്ല. അബ്ദുൽ മുത്തലിബ് ഒരു ന്യായാധിപനാണ്, സത്യസന്ധനായ ന്യായാധിപനും നല്ല മനുഷ്യനുമാണ്. ആ പേര് കേട്ടാൽ ഒരു മനുഷ്യനും പേടിയാവില്ല. അനബിനു അബ്ദുൽ മുത്തലിബ്. ഞാനവിടെ ആരെ മകനാന്ന് പറഞ്ഞ്? അബ്ദുൽ മുത്തലിബ്. നിങ്ങൾക്കറിയാലോ അബ്ദുൽ മുത്തലിബിനെ. അതാണ് നിങ്ങൾ അവിടെ ചിന്തിച്ചു നോക്ക്. ഇതല്ലേ റസൂലുള്ളാഹ്. ആ റസൂലുള്ളാഹിനെ കവി അങ്ങോട്ട് ഷുർബി, കവിയാണ് കുടിച്ചോ റസൂലുള്ളാഹിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പിന്നെ കവിയെ സംബന്ധിച്ചിടത്തോളം കിട്ടാത്തൊന്നും കവിക്കുണ്ടാവില്ല. അപ്പോൾ അവിടെ പോർട്ടലുകൾ തുറന്നു, വിൻഡോസുകൾ തുറന്നു. ഞാൻ അറ്റല്ല. അപ്പൊ അതാണ് ഞാൻ ചുരുട്ടി ഉലൂമൽ ആരിഫീൻ, എല്ലാ ആരിഫീങ്ങളുടെയും വിജ്ഞാനങ്ങളെ ഞാൻ ചുരുട്ടി. ബി അസ്രിഹ, അവ എല്ലാത്തിനെയും ഞാൻ ചുരുട്ടിയിട്ടുണ്ട്. ബിഷമ്മിയ, എൻ്റെ ആസ്വാദനം കൊണ്ട്. റയൽ മുസ്തഫ നബിയുടെ സൗഗന്ധികത്തെ, ഹബീബായ നബിയുടെ സുഗന്ധത്തെ ഞാൻ ആസ്വദിച്ചതുകൊണ്ട് അതെല്ലാം എൻ്റെ ഉള്ളിൽ ഒതുക്കിയിട്ടുണ്ട് ഞാൻ. ഇപ്പം എല്ലാ ആരിഫ്യങ്ങൾക്ക് കിട്ടുന്നത് എനിക്കറിയും, അതിൻ്റെ അപ്പുറം എനിക്കറിയും. അതന്നെ സാഹിബ് സിദ്ദീഖ്, സത്യത്തിൻ്റെ വക്താവായ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ അവിടുത്തെ ആ സൗരഭ്യവും ആ സൗഗന്ധികവും ഞാൻ ആസ്വദിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് കിട്ടാത്തൊന്നുമില്ല. എന്ത് കിട്ടും, എന്ത് കിട്ടുമെന്ന് ചോദിക്കണ്ട, എന്ത് കിട്ടുമെന്ന് ചോദിക്കണ്ട. ഇപ്പം എല്ലാം കിട്ടുന്നൊരു സൂപ്പർ മാർക്കറ്റിൽ ഒരാൾ പോയിട്ട് ഇവിടെ എന്താ ഉള്ളതെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. വേണ്ട സാധനത്തിൻ്റെ പേരാണ് പറഞ്ഞാൽ പോലെ. എന്നാൽ ഇത് കൈ നീട്ടിയാൽ കൈ പിടിച്ച് ഉത്തിരിക്കാണോ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ മുതലാളി? അവിടെ അല്ല. അയാളെ എന്ത് ചോദിച്ചാലും അവിടെ ഉണ്ടാവും. ഇതന്നെയാണ് കവി ദുനിയാവിലുള്ള എല്ലാ വിജ്ഞാനവും കൈ പിടിച്ച് ഉത്തിരിക്കല്ല. പക്ഷെ കവിക്ക് കിട്ടാത്ത ഒന്നും ഇല്ലേനും. എന്തുകൊണ്ട്? എല്ലാ വിജ്ഞാനത്തിനെയും സ്രോതസ് എന്നത് മുസ്തഫ നബിയെ സ്വന്താക്കലാണ്. അത് ഞാൻ ചെയ്തു. അപ്പോൾ നിങ്ങൾ ചെയ്തോളൂ. നിങ്ങൾക്ക് നബി ഒരു കർമ്മമായി മാറുമ്പോൾ നിങ്ങൾ കൂലിക്കാരനും നബി മുതലാളിയാവും. നിങ്ങൾ നബിയും തമ്മിൽ സ്വന്തക്കാരനാകുമ്പോഴോ പിന്നെ തമ്മിൽ അകൽച്ച ഇല്ല, പിന്നെ അവിടെ അകൽച്ചല്ല എന്നാണ്. പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. പറയലിപ്പോൾ ഉദാഹരണം പറയാം. സ്വന്തം എന്നുള്ളത് ഇപ്പം പറഞ്ഞോളുന്നില്ല. ഇപ്പം നമ്മളെ മുഖ്യമന്ത്രിയുടെ പേര് ഈ റോട്ടുമ്പോൾ കൂടെ സിന്ദാബാദ് വിളിക്കണ അവർ പറയുന്നതിൻ്റെ 10% പോലും അയാളെ ഭാര്യ പറഞ്ഞിട്ടുണ്ടാവില്ല. തിരിഞ്ഞില്ല. ബിഡി സതീശൻ സിന്ദാബാദ്, ബിഡി സതീശൻ സിന്ദാബാദ്, ബിഡി സതീശൻ സിന്ദാബാദ്, സിന്ദാബാദ്, ബിഡി സതീശൻ സിന്ദാബാദ്. ഇവർക്ക് ദിവസം സിന്ദാബാദ് വിളിക്കണം വേണ്ടി. അപ്പോൾ അവർ 10,000 വട്ടം ഈ മാസം തന്നെ, ഈ കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസത്തിലായിട്ട് 10,000 വട്ടം അവർ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ബി ഡി സതീശൻ ഈ 1.5 മാസത്തിൻ്റെ ഉള്ളിൽ 10 വട്ടം പോലും അയാളെ ഭാര്യ ഒരു വട്ടം പറഞ്ഞിട്ടുണ്ടാവില്ല. എന്നാലും സ്വന്തക്കാരി ഓള അന്തുവോ ഈ പറഞ്ഞതില് എല്ലാം ഉണ്ട്. 10,000 സ്വലാത്ത് ചെല്ലിക്കോ, തെറ്റൊന്നുമില്ല. ഇത് ഓളാകാത്ത കാലത്തോളം പിന്നെ എനിക്ക് പുറത്തുനിന്നാണ്ട് ചെല്ലലെന്നല്ല. അത്
ചെല്ല് നല്ലതാണ്. ഓളായ പിന്നെ ചെല്ലേണ്ട ആവശ്യമില്ല. VD സതീശൻ സിന്ദാബാദ് ഓള് പറയേണ്ട ആവശ്യമുണ്ടോ? ഒറ്റോട്ട് പോലും അറിയില്ല. സത്യല്ലേ? അതന്നെ. നമ്മൾ 1000 സ്വലാത്ത് ചൊല്ലിക്കോളി, 10,000 സ്വലാത്ത് ചൊല്ലിക്കോളി നബിൻ്റെ ആളല്ലാതെ. ഞാൻ ഇതിൻ്റെയൊക്കെ ആന്തരഭാഗമുണ്ട്. ഈ ആന്തരഭാഗം നമ്മൾ തുറക്കണമില്ല. നമ്മൾ നബി നമ്മുടേതും നാം നബിയുടേതും. അതാണ് നേരത്തെ ആ പറഞ്ഞ ഒരു വാക്ക്. അവൻ ആർക്ക് കൊടുത്തു? നബി കൊടുത്തു. നബിയെ അവനും വാങ്ങി, അവനെ നബിയും വാങ്ങി. ഇപ്പോൾ നബി അവൻ്റെ സ്വന്തവും അവൻ നബിയുടെ സ്വന്തമാണ്. അവൻ അവൻ്റെതല്ല, നബി നബിയുടേതുമല്ല. നബി പോകേണ്ടതാണ്, അവൻ നബിയുടേതുമാണ്. ന്യൂനമ്മൽ എന്താ പ്രശ്നം? സ്വലാത്ത് ചെല്ലിയാലെന്ത്, ചെല്ലില്ലെന്ത്? അതല്ലേ സ്വലാത്ത്. നമ്മൾ ഈ സ്വലാത്ത് ചെല്ലുന്നവർ സ്വലാത്തെ വിമർശിക്കല്ല കേട്ടോ. അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുതേ. നമ്മളെപ്പോലത്തെ നല്ലത് എന്ത് തന്നെയാണ്? സ്വലാത്തിൽ തന്നെയാണ്. 100% സ്വലാത്തില്ല, 100% നമുക്ക്. കാരണം നമ്മൾ എവിടെയെങ്കിലും ഒരു പുസ്തകം വേണ്ടേ? ഒന്നൊരിക്കൽ തോണിൻ്റെ അടിപ്പെടണം, അല്ലെങ്കിൽ തോണിൻ്റെ മേലെ കയറിക്കണം. മനസ്സിലായില്ല? അല്ലെങ്കിൽ അവിടെ പോയി വെള്ളത്തിൽ ചാടിയാലോ? അപ്പം നമ്മളെ നല്ലത് സ്വലാത്തിൽ തന്നെയാണ്. പക്ഷെ സ്വന്തക്കാരനെ സ്വലാത്ത് ചെല്ലേണ്ട ആവശ്യമില്ല. സ്വന്തക്കാരൻ്റെ ഹാല് തന്നെ സ്വലാത്താണ്. സ്വന്തക്കാരൻ്റെ അവസ്ഥ സ്വലാത്താണ്. എന്താ സ്വലാത്ത്? റസൂലുള്ളാഹിന്റെ ഗുണകാംക്ഷ. ഈ വ്യക്തി അള്ളാഹുവിന്റെ റസൂലിന്റെ ശത്രുവിനെ കേൾക്കും. ഈ സ്വലാത്തിൽ നമ്മളൊരു നിരീശ്വരവാദിന്റെ പ്രസംഗം കേൾക്കും. അപ്പം എൻ്റെ സ്വലാത്ത് എന്ത് വ്യത്യാസം? എന്താ കാര്യം? ഈ സ്വലാത്തിൽ നമ്മളൊരു വഹാബിന്റെ പ്രസംഗം കേൾക്കും. പിന്നെ എൻ്റെ സ്വലാത്തിന് മൈനുള്ളു. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വില കുറക്കുന്ന ഒരു പക്ക വഹാബിയെ കേൾക്കാൻ എനിക്കൊരു മടിയില്ല. ഇടക്കിടക്ക് പറയും ചെയ്യും, കുറച്ച് കൂലി പറഞ്ഞു കൊടുത്തു. ശരിയുണ്ട്, ജായിരം സ്വലാത്തും ചെയ്യും. എന്താണ് അതിന് വേന? വേറൊരുത്തനുണ്ട്, ഒരൊറ്റ വഹാബിൻ്റെയോ നിരീശ്വരവാദിൻ്റെയോ ഒരു വാക്കും കേൾക്കൂല. അരക്കിട്ടിച്ചിരിക്കുന്നു. ഒരു കള്ളന്മാരാ. അതൊപ്പിച്ചാ പോലെ കള്ളന്മാരാണ്. ആയിക്കോട്ടെ, ഓനപ്പല്ല നമ്മളില്ല. ഇല്ലെന്നെ ഒരു എന്താണല്ല. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? ഇതന്നെ. അപ്പം നമ്മൾ യഥാർത്ഥ ഗുണകാംക്ഷയല്ല, നമ്മൾ നമ്മുടെ ഗുണകാംക്ഷയാണ്. എന്നിട്ട് നമ്മൾ നബിയുടെ ഗുണകാംക്ഷന് പറയുക. അതേ സമയത്ത് ഇത്തരം ആളുകൾ ഹബീബ റസൂലുള്ളാഹിന്റെ ഗുണകാംക്ഷികളാണ്. അവർ മുസ്തഫ റസൂലുള്ളാഹിന്റെ ഗുണകാംക്ഷികൾ. അവർ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ, അള്ളാഹുവിൻ്റെ ആളും ഹബീബിൻ്റെ ഗുണകാംക്ഷിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അതന്നെ ഞാൻ അവസാനിപ്പിക്കണം. നിങ്ങൾ ചിന്തിക്കണം. അങ്ങനെയാണ്. ആസ്വദിക്കണമെങ്കിൽ അവിടേക്കാണ് എത്തണ്ടേ. ആസ്വദിക്കാൻ റിയൽ മുസ്തഫ നബിയുടെ സുഗന്ധത്തെ ആസ്വദിച്ചു. ഈ 10,000 സിന്ദാബാദ് വിളിച്ചിരിക്കുന്ന ആൾക്ക് മുഖ്യമന്ത്രി സുഗന്ധം ആസ്വദിച്ചു എന്ന് പറയാൻ പറ്റൂല. അതേസമയത്ത് ഒരു സിന്ദാബാദ് വരെ വിളിക്കാത്ത ഭാര്യക്ക് ഞാൻ അന്നേരം രാത്രിയും അയാളെ സുഗന്ധം ആസ്വദിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുകയും ചെയ്യും. കാരണം അത്രയും കുർബത്തുണ്ടാകുമ്പോഴേ ആസ്വദിക്കാൻ പറ്റുള്ളൂ. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. ഈ 10,000 സിന്ദാബാദ് വിളിക്കുന്ന ഈ പ്രജക്ക് ഞാൻ അയാളെ ആസ്വദിച്ചു എന്ന് പറയാൻ പറ്റൂല. അയാളെ സുഗന്ധം ഞാൻ ആസ്വദിച്ചു. അയാളെ മേനിയുടെ സുഗന്ധം ആസ്വദിക്കണമെങ്കിൽ അത് ഭാര്യ തന്നെ ആകണം. അവൾ ഒരു വട്ടം പോലും സിന്ദാബാദോട്ട് വിളിച്ചിട്ടുമില്ല. അപ്പൊ ഞാൻ ഹബീബായ റസൂലുള്ളാഹിന്റെ സുഗന്ധത്തെ ആസ്വദിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ നബിക്ക് എന്നെ വിറ്റു. പിന്നെ ഞാൻ നബിക്ക് മേൽ വീണു. പിന്നെ ഞാനും നബിയും തമ്മിൽ യാതൊരു അകലവും ഇല്ല. നബിയെ പരിശോധിക്കേണ്ട വിഷയവും എനിക്കില്ല. നബിയെ നമ്മൾ പരിശോധിക്കൂല. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരാൾ നിസ്സാരപ്പെടുത്തുകയാണെങ്കിൽ അവിടെ നമ്മൾ ഉണ്ടാവില്ല. മനസ്സിലാവേണ്ട പറഞ്ഞ് ചിന്തിക്കുക.